ക്രിസ്തു കീർത്തനം ആലപിച്ച് ജനലക്ഷങ്ങളുടെ മനം കവർന്ന യുവസന്യാസിനിയായ സിസ്റ്റർ ജൂലി തെരേസിന്റെ ഗാനങ്ങളും വിശേഷങ്ങളും ഈ ആഴ്ചത്തെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. എറണാകുളം കരുണാലയത്തിലെ അനാഥരും അശരണരുമായ അന്തേവാസികൾക്ക് കോവിഡ് പടർന്നപ്പോൾ സ്വന്തം ജീവനും ആരോഗ്യവും പോലും നോക്കാതെ ശുശ്രൂഷിക്കാനിറങ്ങിയ സന്യാസിനികളുടെയും സന്യാസാർത്ഥിനികളുടെയും വാർത്തകൾ പോയ വാരത്തിൽ ക്രൈസ്തവ സഭാലോകം ചർച്ച ചെയ്തു. കൊറോണ ലോകം മുഴുവൻ വ്യാപിക്കുമ്പോൾ കൊറോണ എന്ന വിശുദ്ധയുടെ പേരുള്ള സന്യാസിനിയുടെ വിശേഷങ്ങളും വത്തിക്കാൻ പുതുജീവിതം സമ്മാനിച്ച സയാമിസ് ഇരട്ടകൾക്ക് ഫ്രാൻസിസ് പാപ്പ മാമോദിസ നൽകിയ വാർത്തകളും പോയ വാരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചാ വിഷയമായിരുന്നു. ഈ വിശേഷങ്ങളൊക്കെയാണ് ഇത്തവണ ചർച്ച് ബീറ്റ്സ് പങ്കുവയ്ക്കുന്നത്. ആരെയും അതിശയിപ്പിക്കുന്ന സ്വരമാധുര്യയുടെ ഉടമയായ യുവസന്യാസിനി ശ്രദ്ധേയയാകുന്നു. കർണാടിക് സംഗീതത്തിൽ സിസ്റ്റർ ജൂലി തെരേസ് ആലപിച്ച ക്രിസ്തു കീർത്തനം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെയാണ് യുവസന്യാസിനി ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്. വേറിട്ട സ്വരമാധുര്യയിലൂടെ ക്രിസ്ത്യൻ ഭക്തിഗാന രംഗത്ത് ചുവടുറപ്പിക്കാൻ ഒരുങ്ങുകയാണ് നസ്രത്ത് സന്യാസിനി സമൂഹാംഗമായ സിസ്റ്റർ ജൂലി തെരേസ്. സംഗീതമേ എനിക്കാനന്ദമേ, നിന്നിൽ ചാരിടുന്നവർക്ക് ആശ്വാസമേ, നിന്നാത്മബലം എനിക്കാനന്ദമേ, പിളർന്നതാം പാറയേ നിന്നിൽ ഞാൻ മറയട്ടെ, തൻ്റെ ആത്മീയ യാത്രയ്ക്കിടയിൽ സംഗീതത്തെയും ഒപ്പം കൂട്ടുകയാണ് സിസ്റ്റർ ജൂലി തെരേസ്. കർത്താവിൻ്റെ മണവാട്ടിയായി വ്രതവാഗ്ദാനം ചെയ്തപ്പോൾ സിസ്റ്റർ ജൂലി തെരേസ് എന്ന കൊച്ചു സന്യാസിനി കർണാട്ടിക് സംഗീതത്തെക്കുറിച്ച് പോലും ഓർത്തിട്ടില്ലായിരുന്നു. പ്രൊഫഷണലായി സംഗീതം അഭ്യസിച്ച സിസ്റ്റർ ജൂലിയുടെ സംഗീത അഭിരുചിക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നത് നസ്രത്ത് സന്യാസിനി സമൂഹമാണ്. മലയാളം കൂടാതെ ഇംഗ്ലീഷ്, ഹിന്ദി ഗാനങ്ങളും സിസ്റ്റർ ജൂലി അതിമനോഹരമായി പാടും. No matter how you feel for me, Mom, I want you to know I treasure every moment I was wanting you. No matter how you feel for me, Dad, I want you to know I hope to be your joy, but you didn't let me. സംഗീതത്തിലൂടെ യേശുവിൻ്റെ കരുണയുടെ മുഖം ലോകത്തിനു മുന്നിൽ പ്രചരിപ്പിക്കാനാണ് താൻ ശ്രമിക്കുന്നതെന്ന് സിസ്റ്റർ ജൂലി പറയുന്നു. എനിക്ക് ദാനമായി ലഭിച്ച സംഗീതമെന്ന ഈ കഴിവിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുക, അതോടൊപ്പം വ്യക്തികളിലേക്കും കുടുംബങ്ങളിലേക്കും ലോകം മുഴുവനിലേക്കും നസ്രായൻ യേശുവിൻ്റെ രക്ഷാകര സ്നേഹം പകർന്നു കൊടുക്കുക എന്നതാണ് എൻ്റെ ആഗ്രഹം. ഓരോ തവണ പാടുമ്പോഴും പരിശുദ്ധ അമ്മേ, എന്നിലൂടെ പാടി ഈശോയെ മഹത്വപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അതിനാൽ തന്നെ പാട്ടു കേൾക്കുന്നവർക്ക് ദൈവത്തെ രുചിച്ചറിയാൻ സാധിക്കുന്നു എന്ന് കേൾക്കുന്നത് എനിക്കും ഒരു വലിയ ദൈവാനുഭവമാണ്. കുട്ടിക്കാലം മുതൽ തന്നെ സംഗീതത്തിൽ പ്രാവീണ്യം തെളിയിച്ച സിസ്റ്റർ ജൂലി സന്യാസ വഴിത്താരയിലേക്ക് കടന്നു വന്നപ്പോഴും തൻ്റെ സംഗീതത്തിലുള്ള കഴിവ് ദൈവത്തെ പാടിപ്പുകഴ്ത്തുവാനായി ഉപയോഗിക്കാനാണ് ശ്രമിക്കുന്നത്.